മനുഷ്യനെയും മനസ്സാക്ഷിയെയും വഞ്ചിക്കാതെ സമത്വവും സാഹോദര്യവും മതേതരത്വവും സംരക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷകളുടെ ചക്രവാളങ്ങൾക്കുമപ്പുറം നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ പോരാട്ടം നടത്താൻ ആദർശത്തിന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഈ നാട്ടിലെ പ്രമുഖരായ ഗ്രാമാന്തരങ്ങളുടെ ഞാൻ ചേട്ടനെ കണ്ടിട്ട് വണ്ടി എടുത്തിയതാ. എന്തുണ്ട് വിശേഷം? ഇലക്ഷനൊക്കെ അല്ലേ, കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ ചോദിച്ചു. സ്ഥാനാർത്ഥികളൊക്കെ വല്ല തീരുമാനമായോ? ചേട്ടാ, ഇവിടെ ഇപ്പൊ തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ ആയിരിക്കും എന്തായാലും UDF-ന്റെ സ്ഥാനാർത്ഥി. സ്വാഭാവികം. അപ്പോ ആരായിരിക്കും എതിർ സ്ഥാനാർത്ഥികളെന്നാണ് ഇനിയിപ്പോ നമുക്ക് അറിയേണ്ടത്. LDF-ന്റെ സ്ഥാനാർത്ഥി അറിയണം, BJP-യുടെ സ്ഥാനാർത്ഥി അറിയണം. ഇത് സാധാരണഗതിയിൽ അവരിപ്പോ പറഞ്ഞ പോലെയല്ലോ, BJP തവണ മറിച്ചിടുന്ന പറയുന്ന മണ്ഡലമാണല്ലോ. അത് BJP പണ്ട് മുതലേ പറയുന്ന. അവർ 2014 O രാജഗോപാലിനെ മത്സരിച്ചപ്പോൾ ജയത്തിന്റെ അടുത്ത് വരെ എന്നുള്ള ഒരു നിലയിലെത്തിയതാണ്. അന്ന് LDF-ന്റെ സ്ഥാനാർത്ഥി ബെന്നറ്റ് എബ്രഹാം ആയിരുന്നു, CPI-യുടെ സ്വന്തം പൈസ മേടിച്ച് പേയ്മെന്റ് എന്നൊക്കെ ആരോപണം ഉണ്ടായിരുന്നു. 3-ാം സ്ഥാനത്തേക്ക് പോയി. ഇപ്പൊ കഴിഞ്ഞ തവണ അപ്പോൾ CPI എന്ത് ചെയ്തു? സി ദിവാരൻ എന്ന് പറഞ്ഞ വളരെ സീനിയർ നേതാവിനെ അവർ ഇട്ടുകൊടുത്തു. പക്ഷേ എന്നിട്ടും BJP കുമ്മനമായിരുന്നു മത്സരിച്ചത്. 2-ാം സ്ഥാനത്ത് BJP വന്നു. BJP 2-ാം സ്ഥാനത്തെത്തും, പക്ഷെ ജയിക്കാൻ മാത്രം, ഇപ്പൊ പ്രത്യേകിച്ച് തരൂര് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജയിക്കാൻ മാത്രമുള്ള ഒരു വർക്ക് അവർക്കിവിടെ നടത്താൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ ഈ ഇലക്ഷൻ നടന്ന ആൾക്കാരൊക്കെ എന്ത് പറയുന്നു എന്നൊക്കെ അറിഞ്ഞാലേ അറിയത്തുള്ളൂ. പിന്നെ ആര് മത്സരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ല, ഇങ്ങനൊരു സീറ്റല്ലേ, സ്വാഭാവികമായിട്ടും പണ്ട് LDF ജയിച്ചിട്ടുണ്ട്, പിൽക്കാലത്ത് UDF വിശ്വപൗരനൊക്കെ നിർത്തി വരുമ്പോൾ കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയായിരിക്കുമല്ലോ. ഈ വിശ്വപൗരന്റെ കാര്യം പറയുമ്പോഴേ, വിശ്വപൗരന്മാർ ഇപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്നതും ജയിക്കുന്നതും. VK കൃഷ്ണമേനോൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ സ്വതന്ത്രനായിട്ട് ഇവിടെ ജയിച്ചിട്ടുണ്ട്. ആനി മസ്ക്രീൻ മത്സരിച്ച് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എത്ര വലിയ നേതാക്കൾ, ഇപ്പോൾ MN ഗോവിന്ദൻ നായർ, PKV മുൻ മുഖ്യമന്ത്രിയായിരുന്ന PKV ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. PKVയുടെ നിര്യാണത്തെ തുടർന്നാണ് പന്ന്യൻ ഇവിടെ മത്സരിച്ച് ജയിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ. അന്ന് കരുണാകരൻ്റെ സഹായം പോലും ഇവിടെ ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് LDF-നുണ്ടായിരുന്നു. ആ കാലം എനിക്കിപ്പോഴും നല്ലപോലെ ഓർമ്മയുണ്ട്. അല്ല, കഴിഞ്ഞ തവണ പക്ഷേ നല്ല ടൈറ്റ് മത്സരം കണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നടന്നല്ലേ? അല്ലല്ല, കഴിഞ്ഞ തവണ അത്ര ടൈറ്റ് എന്ന് പറയാൻ കഴിയില്ല നമുക്ക്. ശശി തരൂരിനെ സംബന്ധിച്ച് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു വിജയം, അല്ലെങ്കിൽ വളരെ ആധികാരികമായിട്ടുള്ളൊരു വിജയം എന്ന് വേണമെങ്കിൽ നീ കണക്ക് നോക്കിക്കും. അപ്പോൾ ഒന്ന് കോൺഗ്രസ് വിറച്ചിട്ടുണ്ട്. വിറച്ചെന്ന് പറയാൻ പറ്റില്ല, അത് നല്ല വ്യത്യാസം, 1 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമില്ലേ. സത്യത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഒരു വലിയ കഥ തന്നെയാണല്ലോ. പിന്നെ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ ഇരിക്കും, നമുക്ക് സംസാരിക്കാം. ഇലക്ഷൻ ഒരു പ്രഹേളിക തന്നെയാണ് ശരിക്കും പറഞ്ഞത്. നാട്ടുകാർക്കും ഭ്രാന്താവും, നമുക്കും ഭ്രാന്താവും. ഈ മണ്ഡലം പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ മത്സരം നടത്തുമ്പോഴേ അതത്ര പെട്ടെന്ന് നടക്കുമോ? ആരാവും സ്ഥാനാർത്ഥി? ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല, അത് ശശി തരൂർ തന്നെ. ഇനി BJP ആരെ കളത്തിലിറക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. BJP-യുടെ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഒരു കൊല്ലമായിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ അഭ്യൂഹങ്ങൾ കേൾക്കുകയാണ്. നരേന്ദ്രമോദി വരുമെന്ന് പോലും കഥ ഉണ്ടായി. എന്തായാലും നരേന്ദ്രമോദി ഒന്നും വരാൻ പോകുന്നില്ല. നിർമ്മലാ സീതാരാമന്റെ പേര് കണ്ടു. നിർമ്മലാ സീതാരാമന്റെ പേര് ഇപ്പോഴും സജീവമായി ഉണ്ട്. പക്ഷെ ഞാൻ നിർമ്മലാ സീതാരാമൻ വരുമെന്ന് ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട മുഖത്തെ BJP തയ്യാറെടുപ്പിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പക്ഷേ നിർമ്മലാ സീതാരാമനാവാം, കേരളത്തിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ മലയാളിയായ രാജീവ് ചന്ദ്രശേഖർ ആകാം, S ജയശങ്കറിനെ പോലെ. ഇപ്പോൾ ശശി തരൂരിന് പറ്റിയ ഒരു ഒപ്പോണന്റ് എന്ന് പറയുന്നത് S ജയശങ്കറിനും തരൂരിനെ പോലെ ഒരു ഇമേജ് ഉള്ള ആളാണ്. പക്ഷേ S ജയശങ്കറെ പോലൊരു കാൻഡിഡേറ്റിന് ഇവിടെയുള്ള മലയാളികൾ ആക്സെപ്റ്റ് ചെയ്യുമോ? തിരുവനന്തപുരത്ത് അപ്പോൾ ശശി തരൂരിനെ ആക്സെപ്റ്റ് ചെയ്ത മലയാളികൾക്ക് S ജയശങ്കറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ വിഷയം രാഷ്ട്രീയമാണ്. S ജയശങ്കർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയോ ആയിരുന്നെങ്കിൽ കിട്ടുന്ന സ്വീകാര്യത BJP-യുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് തരൂരിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. തരൂര് വിശ്വപൗരനാണ്, ഈ പറഞ്ഞ ഈ തിരുവനന്തപുരത്തെ ഈ കോസ്മോപൊളിറ്റൻ വോട്ടർമാർക്കൊക്കെ സ്വീകാര്യനാണ് എന്നൊക്കെ പറയുമ്പോഴും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിനകത്ത്. നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാന്നുള്ളൊരു ഉത്തരവാദിത്തം LDF-നും ഉണ്ടാവില്ലേ? LDF-നെ കുറിച്ച് പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാലേ, LDF ശരിക്കും അവരുടെ സാധ്യതകൾ ഇതിനോടകം തന്നെ പലവട്ടം പാഴാക്കിയിട്ടുണ്ട്. നമ്മൾ 2009 കണ്ടു, 2014 കണ്ടു, 2019 കണ്ടു. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ശശി തരൂർ ഇവിടേക്ക് സ്ഥാനാർത്ഥിയായി വന്ന് മത്സരിക്കുന്നത് മുതൽ ഒരു പ്രധാനപ്പെട്ട ഫേസിനെ നിർത്തി മത്സരിപ്പിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ സി ദിവാരൻ മത്സരിച്ചു എന്നൊക്കെ പറയാം. എന്നാൽ പോലും 2009 മുതൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PKVക്ക് ശേഷം പന്ന്യൻ, ഇതൊക്കെ കഴിഞ്ഞ ശേഷം CPI-ക്ക് ശരിക്കും ഇവിടെ നല്ലൊരു ഫേസിനെ നിർത്തി ഒരു വലിയ ചലഞ്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ 3-ാം സ്ഥാനത്ത് പോകുന്ന അവസ്ഥ ഉണ്ടാവുമായിരുന്നു. 2014 അനുഭവം അവർക്ക് ദയനീയമായി. ഇപ്പോൾ കഴിഞ്ഞ തവണ സി ദിവാരൻ CPI-യുടെ സീനിയർ ലീഡറാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു കോൺടെസ്റ്റിൽ വോട്ട് പുള്ളിയാനുള്ള ശേഷി CDക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ CPI എനിക്ക് തോന്നുന്നു അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താനാണ് സാധ്യത. അല്ല, എൻ്റെ ഞാൻ സംശയം ചോദിക്കട്ടെ, സി ദിവാകരൻ നിന്നിട്ട് വോട്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർ ആരെ കൊണ്ടൊന്ന് വോട്ട് പിടിക്കാൻ? അല്ല, ഇതിന് പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ സിധുവാരൻ നമുക്കറിയാം നെടുമങ്ങാട് പോലൊരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ലോക്സഭ ഒരു പ്രത്യേക ടെറൈനാണ് എന്നുള്ളതുകൊണ്ടാണ് ജയിക്കാൻ കഴിയാതെ പോകുന്നത്. ഇത്തവണ GR അനിലുണ്ട്, നമ്മുടെ ഭക്ഷ്യമന്ത്രി GR അനിലിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ ഈ ഇവരുടെ കേന്ദ്ര
നേതൃത്വത്തിൽ നിന്ന് ആനി രാജയുടെ പേര് കേൾക്കുന്നുണ്ട്. ആനി രാജ മത്സരിക്കുമെന്ന് അറിയില്ല, പക്ഷേ ഈ പറഞ്ഞത് ഒരു ദേശീയ പ്രസക്തിയുള്ള മണ്ഡലമായിട്ട് തിരുവനന്തപുരം മാറുമല്ലോ. അപ്പോൾ വേണമെങ്കിൽ ആനി രാജയ്ക്ക് മത്സരിക്കാം. പിന്നെ പൊതു സ്വതന്ത്രനെ തേടുമോ എന്നുള്ളത് പഴയതുപോലെ എനിക്ക് തോന്നുന്നില്ല, അതിനുള്ള സാധ്യതയില്ല. പിന്നെ ഇവിടെ തന്നെ ഇപ്പോൾ ആർ ലതാദേവിയെ പോലെ വി പി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള നേതാക്കളുണ്ട്. CPI സംബന്ധിച്ചപ്പോൾ ഈ രണ്ട് ക്ലാഷ് ഓഫ് ടൈറ്റൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മത്സരം നടത്തുമ്പോൾ അവരാരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ പല കാര്യങ്ങൾ പരിഗണിച്ചിട്ടായിരിക്കും അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്തുക. സത്യത്തിൽ തിരുവനന്തപുരത്ത് ഫൈറ്റ് നിൽക്കുന്നത് ശരിക്കും BJP യും കോൺഗ്രസും തമ്മിൽ തന്നെയായിരിക്കും ഇപ്പോഴത്തെ നിലയിൽ. കഴിഞ്ഞ 2 തവണയും BJP യും കോൺഗ്രസും തമ്മിലായിരുന്നു ഫൈറ്റ്. അത് പറയുമ്പോൾ ഉണ്ടല്ലോ ലാലെ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ വോട്ടുള്ള മുന്നണി LDF ആണ്. 2ാം സ്ഥാനത്ത് UDF, 3ാം സ്ഥാനത്ത് BJP ആണ്. കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ഇലക്ഷൻ എടുത്താൽ പോലും. പക്ഷേ ലോക്സഭയിലേക്ക് കഴിഞ്ഞ തവണയ്ക്ക് 27-ലേക്കൊക്കെയാണ് അവരുടെ വോട്ട് ഷെയർ താഴ്ന്നത്. 30% താഴെ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ LDFന്റെ വോട്ട് ഷെയർ പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP തിരുവനന്തപുരം പിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ വളരെ ശക്തനായ ഒരു UDF സ്ഥാനാർത്ഥി വരുന്നു. ഞാൻ ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നില്ല, മറിച്ച് BJP ഒരു തരത്തിലും ജയിക്കരുത് എന്നുള്ള നിലയിൽ സാധാരണ നിലയ്ക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ പോലും തരൂരിന് വോട്ട് ചെയ്യാറുണ്ട് തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ, സാധാരണഗതിയിൽ ഒരു മിനിമം മലയാളിയുടെ ചിന്താഗതി അനുസരിച്ച് കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ഫൈറ്റ് ചെയ്യുന്നത് കോൺഗ്രസും BJP യും തമ്മിൽ തന്നെയാണ്. ഒരുപക്ഷെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ BJP നേരിടാൻ പറ്റുന്ന കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളത് കോൺഗ്രസ് ആണെന്ന് തോന്നിയിട്ട് വോട്ട് ചെയ്യുന്നത് ആവാമല്ലോ. അതിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട്. പരമ്പരാഗതമായി തന്നെ നിയമസഭയുടെയും ലോക്സഭയുടെയും പാറ്റേൺ കേരളത്തിൽ വേറെ വേറെയാണ്. എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് UDF ഉണ്ടാവാറുണ്ട്. 2004 മാത്രമാണ് വലിയ തോതിലുള്ള ഒരു വിജയം LDFന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ സമീപകാല ചരിത്രത്തിൽ. അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടാണ് 19 സീറ്റിൽ UDF ജയിച്ചല്ലോ. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFും ജയിച്ചു. അപ്പോൾ അതുണ്ട്. പിന്നെ ശശി തരൂർ എന്ന അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വളരെ സ്വീകാര്യനാണ്. ഇവിടുത്തെ വോട്ടർമാർക്ക് അദ്ദേഹം സ്വീകാര്യനാണ്, നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിന് സ്വീകാര്യനാണ്. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പരിഗണന ഈ കാര്യത്തിൽ ഉണ്ട്. അപ്പോൾ അവിടെ തരൂരിനെ ഇപ്പോൾ BJP തീരുമാനിക്കണം, തരൂരിനെ ലോക്സഭ കാണിക്കില്ല എന്നൊക്കെ തീരുമാനിച്ച ഒരാളെ ഇറക്കുമോ എന്നുള്ളതാണ് നമ്മൾ അറിയാനിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും BJP കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള മത്സരത്തിനായിരിക്കും റെഡി ആവുള്ളൂ. ടൈറ്റ് ആയിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ രാജഗോപാലും കുമ്മനും ഒക്കെ നിന്നിട്ട് ടൈറ്റ് ആവുന്നതിൽ കൂടുതൽ ഇത്തവണ ടൈറ്റ് ആവുമോ കാണേണ്ട കാര്യമാണ്. പിന്നെ ഇലക്ഷനാണ്, നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. സാഹചര്യങ്ങളും കാലഘട്ടമൊക്കെ മാറി. പക്ഷേ എന്നാൽ പോലും ഇത്തവണത്തെ ഇലക്ഷനിൽ ഞാനൊരു അഡ്വാൻറ്റേജ് കൽപ്പിക്കുന്നത്, നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തകർ ആർക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയാമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം, ഞാൻ അഡ്വാൻറ്റേജ് കൽപ്പിക്കുന്നത് ശശി തരൂരിന് തന്നെയാണ്. തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ശശി തരൂർ ഇപ്പോഴത്തെ നിലയിൽ പോൾ പൊസിഷനിലാണ്. ഹരിയാണല്ലോ ഹരി. ലാലെ, ആറ്റിങ്ങിൽ നമ്മൾ വിചാരിക്കും പോലെ അല്ല കേട്ടോ. MLA യും MP ഒക്കെ മത്സരിക്കണേ. ഇത്തവണ മിക്കവാറും അടൂർ പ്രകാശ് വിയർക്കും. ഞാൻ നിന്നെ വിളിക്കാം. അഭിലാഷ് കേട്ടോ, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ കഥ പറഞ്ഞ പോലെ തന്നെയാണല്ലോ ഇപ്പോൾ വന്നൊന്ന് ആറ്റിങ്ങലിലെ കഥയും. ആറ്റിങ്ങൽ ഇത്തവണ ത്രികോണ മത്സരമാണ്. ആറ്റിങ്ങൽ ത്രികോണ മത്സരമാണെന്ന് പറയാൻ കാരണമുണ്ട്. V മുരളീധരൻ അവിടെ ക്യാമ്പ് ചെയ്ത്, കേന്ദ്രമന്ത്രി, BJP കേന്ദ്രമന്ത്രി അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഇത്തവണ നിലവിൽ മണ്ഡലം ഒരുക്കുന്ന UDFന്റെ കയ്യിലാണല്ലോ. അത് അങ്ങനെ ഇങ്ങനെ വരുമോ? UDFന്റെ കയ്യിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ഈ മണ്ഡലത്തിന്റെ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പരമ്പരാഗത ഇടതുപക്ഷ കോട്ടയാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലയുള്ള ഒരു മണ്ഡലമാണെന്ന് കാണാം. മുമ്പ് ചിറയൻകീഴായിരുന്നു. ചിറയൻകീഴ് മാറി ആറ്റിങ്ങൽ വന്നപ്പോൾ തുടർച്ചയായി സമ്പത്ത് ജയിച്ചു വന്നിരുന്നതിന് കഴിഞ്ഞ തവണ 2019 അടൂർ പ്രകാശിനെ ഇറക്കി കോൺഗ്രസ് ഒരു എന്താ പറയുക ഒരു ബദൽ മുന്നോട്ട് വെച്ചത്. സാധാരണ കോൺഗ്രസ് കേരളത്തിൽ മറ്റിടങ്ങളിൽ ജയിക്കുമ്പോൾ പോലും ജയിക്കാത്ത മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ. അപ്പം മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ LDFന്റെ കൂടെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ശരിക്കും ആറ്റിങ്ങൽ അല്ലേ? ആണ്. ആറ്റിങ്ങൽ നമുക്കറിയാം, വലിയ വലിയ വർക്കല രാധാകൃഷ്ണൻ, സമ്പത്ത്. ആറ്റിങ്ങലിൻ്റെ ഒരു പരിസരം എന്ന് പറയുന്നത് പരമ്പരാഗതമായ ഒരു ഈഴവ ബെൽറ്റാണ്. ഒപ്പം മുസ്ലിം വോട്ടുകൾക്കും പ്രാധാന്യമുള്ള ഒരു കോമ്പോസിഷനാണ്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ BJPക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഈ ശബരിമല വികാരം കത്തുനിന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ പൊളിറ്റിക്കൽ വോട്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ശബരിമല വോട്ട് ഇമ്പാക്ട് ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. സമ്പത്തിന്റെ പ്രവർത്തനം അതിനെ ബാധിച്ചിട്ടുണ്ടാവും. സമ്പത്ത് തുടർച്ചയായി 2009 മുതൽ MP ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ സമ്പത്തിനെതിരെയുള്ള ഒരു ആന്റി ഇൻകംബൻസി എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ സമ്പത്തിനെതിരെ ഒരു വിപ്രതിപത്തി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇടതുപക്ഷം ഈസി വാക്ക് ഓവറായിട്ട് കരുതിയിട്ടുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ അന്ന് വരെ. പക്ഷേ 2019 അതിന് മാറ്റം ഉണ്ടായി. അടൂർ പ്രകാശ് നമുക്കറിയാം. അടൂർ പ്രകാശ് എങ്ങനെയാണ് അദ്ദേഹം കോന്നിയിൽ ജയിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ വിജയം ശീലമാക്കിയിട്ടുള്ള ഒരു നേതാവാണ് അടൂർ പ്രകാശ്. ശബരിമല ഇമ്പാക്ടിന്റെ ഗുണം കിട്ടിയത് UDFനായിരുന്നു. ശബരിമല ഇമ്പാക്ടിന്റെ ഗുണം UDFന് കിട്ടി. ശബരിമല ഇമ്പാക്ട് കൊണ്ടാണ് BJPക്ക് ചരിത്രത്തിൽ ആദ്യമായി 2 ലക്ഷം വോട്ടിന് അപ്പുറത്തേക്കൊക്കെ പോകാൻ ആറ്റിങ്ങൽ കഴിഞ്ഞത്. അവിടെയാണ് ഇത്തവണ വലിയ തോതിൽ മുരളി ഹാർഡ് വർക്ക് ചെയ്യുന്നത്. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അവിടെ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ കാര്യമായി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കണക്ക് പരിശോധിച്ച് നോക്കുമ്പം അപ്പോൾ ഏകദേശം ആറ്റിങ്ങലും ഒരേ ക്ലാസ് മണ്ഡലമായിട്ട് തന്നെയായിരിക്കും BJP കാണുന്നത് അല്ലേ? കഴിഞ്ഞ തവണത്തെ നില നോക്കിയാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കണക്ക് എങ്ങനെ ഒന്ന് നോക്കി നോക്കാം. ആയിക്കോട്ടെ. കഴിഞ്ഞ തവണത്തെ റിസൾട്ട് നോക്കിക്കലാലേ
ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ കോട്ടയിലാണ് അടൂർ പ്രകാശ് ഈ വിജയം നേടിയിട്ടുള്ളത്. അവിടെ 2 ലക്ഷത്തിന് മുകളിൽ 2,40,000 പരം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ നേടി എന്നുള്ളത് കൊണ്ടാണ് BJP ഈ മണ്ഡലത്തെ കാര്യമായ ഒരു മണ്ഡലമായി എടുക്കുന്നത്. അതിൽ കൃത്യമായും ശബരിമല ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അത് ഇത്തവണ ഇതുപോലെ ആവർത്തിക്കപ്പെടുമെന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇത്തവണ CPM ജില്ലാ സെക്രട്ടറി ഒക്കെയാണല്ലോ ഏകദേശം സ്ഥാനാർത്ഥി. അപ്പൊ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? അല്ല, ഇതിപ്പോൾ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രസ്റ്റീജ് സീറ്റുകളിൽ ഒന്നാണ്. ഇപ്പോൾ 2009 അവർ 16 ലോക്സഭാ സീറ്റ് തോറ്റപ്പോഴും, അതായത് മണ്ഡല പുനർനിർണ്ണയം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 16 ലോക്സഭാ സീറ്റ് തോറ്റപ്പോഴും ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ പറയുന്ന ആറ്റിങ്ങൽ. സമ്പത്ത് അവിടെ തുടർച്ചയായി ജയിച്ചു. 2009 ജയിച്ചു, 2014 ജയിച്ചു. പക്ഷേ അദ്ദേഹത്തിന് 2019 വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തവണ ആര് സ്ഥാനാർത്ഥി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുമ്പോൾ ഇത്തവണ സമ്പത്തിൻ്റെ പേര് നമ്മൾ കാര്യമായി പറഞ്ഞു കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു സമ്പത്തിന് ഉണ്ടായിരുന്ന ഒരു ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പത്ത് ഒരു വിപ്രതിപത്തിയൊക്കെ അതിന് കാരണമായും തോന്നുന്നു. നമുക്ക് ഈ തവണ ആരൊക്കെ സ്ഥാനാർത്ഥികളാകും എന്നുള്ള വല്ല ഐഡിയയിൽ ലാലിനുണ്ടോ? ജോയിയുടെ പേര് പറയുന്നത് കേട്ടു, ജില്ലാ സെക്രട്ടറി. പിന്നെ കേന്ദ്രമന്ത്രിയാണല്ലോ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പറയപ്പെടുന്നത്. സിറ്റിംഗ് MP തന്നെ മത്സരിക്കാനാണ് മറ്റൊരു സാധ്യത. അപ്പം ഞാനിത് വളരെ ആധികാരികമായി പറയാം. ഈ തവണ CPMന്റെ ജില്ലാ സെക്രട്ടറി V. ജോയി, BJPയുടെ കേന്ദ്രമന്ത്രി V. മുരളീധരൻ, UDFന്റെ സിറ്റിംഗ് MP അടൂർ പ്രകാശ്, അതെ ഈ 3 പേര് ഇപ്പോൾ വരും. ഈ 3 പേരാണ് ഇത്തവണ മത്സരിക്കുക. അതിൽ സംശയമൊന്നുമില്ല. V. ജോയിക്ക് അപ്പുറത്ത് ഇനിയിപ്പോൾ ജില്ലാ കമ്മിറ്റി കൊടുത്തിട്ടുള്ള പേര് ജോയിയുടേതാണ്. V. ജോയിക്ക് അപ്പുറത്തൊരു പേര് സംസ്ഥാന കമ്മിറ്റി ഈ കാര്യത്തിൽ നിർദ്ദേശിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മത്സരം ജോയി, അതുപോലെ തന്നെ V. മുരളീധരൻ, അടൂർ പ്രകാശ്. ആറ്റിങ്ങൽ പൊടി പാറും. ആറ്റിങ്ങൽ ഈ നിലയിൽ പൊടി പാറാനാണ് സാധ്യത. നമ്മൾ കാത്തിരുന്ന് കാണണം. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. അപ്പോൾ നമുക്കത് കഴിഞ്ഞ തവണത്തെ അത്ര അനുകൂല അന്തരീക്ഷം ഇത്തവണ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കും. പക്ഷെ അഭിലാഷേട്ടാ, ചേട്ടൻ പറഞ്ഞ ഈ പരിപാടി ഒന്നും കൊല്ലത്ത് നടപ്പാന്ന് എനിക്ക് തോന്നല്ല. എന്താ കാര്യം? അതൊരു ഇടതുപക്ഷ മണ്ഡലമാണെങ്കിലുണ്ടല്ലോ, പ്രേമേന്ദ്രന്റെ ഒരു പോക്ക് ശരം വിട്ട പോലെ അല്ലേ? ഇടതാണെങ്കിലും വലതാണെങ്കിലും എന്താ അയാളൊരു അപരാജിതനായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ? പ്രേമേന്ദ്രൻ ഇടതുപക്ഷക്കാരനല്ലേ? RSP റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, അല്ലാതെ രാഷ്ട്രീയ സംഘപരിവാറിനല്ല. എന്നാലെന്താ UDFന്റെ പക്ഷത്തല്ലേ വിജയം? കുറെ കാലമായിട്ടാണ്. ഇത്തവണ എങ്ങനെ LDF തിരിച്ചു പിടിക്കും? ഈ തവണ LDF ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പരമാവധി ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏത് വഴി എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് കഴിഞ്ഞ തവണ, അതിന് മുമ്പത്തെ തവണ 2 തവണയും NK പ്രേമേന്ദ്രനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു CPMന്റെ ഏറ്റവും മുഖ്യമായ ആവശ്യം. ഒരു MA ബേബി ഇറക്കി, നടന്നില്ല. KN ബാലഗോപാലിനെ ഇറക്കി, നടന്നില്ല. ഇതിനേക്കാളും വലിയ സ്ഥാനാർത്ഥിയെ ഇനി നൽകാനില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റ് ചില പരീക്ഷണങ്ങളിലേക്ക്, അതായത് മുകേഷ് പോലെയുള്ള പരീക്ഷണങ്ങളിലേക്ക് CPM പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് RSPയേക്കാൾ വലിയ പോരാട്ടം നടത്തിയത് ശരിക്കും NK പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിനെതിരെയായിരുന്നു. വ്യക്തിപരമാണ് കുറേയൊക്കെ. അതിന് പല ഘടകങ്ങളുണ്ട്. NK പ്രേമേന്ദ്രൻ എല്ലാവരുടെ ആളാണ്. പുള്ളിക്ക് എല്ലാ സംഘടനകളുമായി, എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. മികച്ച പാർലമെന്റേറിയനാണ്. അത് ഇത് കൊല്ലം പോലത്തെ ഒരു മണ്ഡലത്തിൽ മുതൽ കൂട്ടാവുന്ന ഒരു കാര്യമാണ്. പിന്നെ 2014 പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയിട്ടുള്ള പരാമർശം വലിയ തോതിൽ പ്രേമേന്ദ്രന് ഗുണകരമായിട്ടുണ്ട്. അത് ചില തരത്തിലുള്ള സോഷ്യൽ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ പോലും അത് വഴിവെച്ചിട്ടുണ്ട്. അത് തന്നെ 2019 തുടർന്നു. സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ അതുകൊണ്ടാണ് LDFന് ആ പറയുന്ന പ്രേമചന്ദ്രൻ ഇഫക്റ്റിനെ അങ്ങ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അതിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ച മണ്ഡലമാണ്. N. പീതാംബരക്കുറുപ്പ് ജയിച്ച മണ്ഡലമാണ്. P. രാജേന്ദ്രൻ തുടർച്ചയായി ജയിച്ചു വന്നിരുന്ന മണ്ഡലത്തിൽ കുറുപ്പ് വഴി UDF ഒരു വിജയം നേടിയിരുന്നു. അതിനുശേഷം സ്വന്തം സിറ്റിംഗ് സീറ്റ്, കോൺഗ്രസിന്റെ സ്വന്തം സിറ്റിംഗ് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് പ്രേമേന്ദ്രനെ UDFലേക്ക് സ്വീകരിച്ചത് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രേമേന്ദ്രന്റെ വ്യക്തിപ്രഭാവം മാത്രം എന്നുള്ള നിലയിൽ അതിനെ കണ്ടുകൂടാ എന്നാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാര്യം ചെയ്യട്ടെ, കഴിഞ്ഞ തവണ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു വ്യക്തിപ്രഭാവം നന്നായിട്ട് ഏറ്റിരുന്നു. മാത്രമല്ല കേന്ദ്രത്തിൽ UDFന്റെ ഒരു ഒത്തൊരുമ വേണം എന്നൊരു തോന്നൽ സാധാരണക്കാരുടെ ഇടയിലൊക്കെ, കുറേയൊക്കെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലൊക്കെ വർക്കൗട്ടായും ചെയ്തൊരു പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കില്ലേ പ്രേമേന്ദ്രൻ ചിലപ്പോൾ കഴിഞ്ഞ ഇലക്ഷന് ഗുണം ചെയ്തിട്ടുണ്ടാവുക? പല ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ഈ പറഞ്ഞ സാമൂഹ്യ സമവാക്യങ്ങളൊക്കെ NK പ്രേമേന്ദ്രന് അനുകൂലമാണ്. അദ്ദേഹം എല്ലാ ആളുകളെയും ആ നിലയിൽ കാണുന്ന ആളാണ്. അതുകൊണ്ട് സാമൂഹ്യ സമവാക്യങ്ങൾ ഗുണകരമാണ്. രണ്ടാമത്തേത് ലാലു പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു പാൻ കേരള പ്രതിഭാസമായിരുന്നു. പാൻ ഇന്ത്യൻ എന്ന് ഞാൻ പറയില്ല, പാൻ കേരള പ്രതിഭാസമായിരുന്നു. രാഹുൽ ഗാന്ധി മാത്രമല്ല, ഒരു BJP ഇതര സർക്കാർ, BJP ബദൽ സർക്കാർ വരണം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ തവണ വർക്കായി. ഇത്തവണ അത് സ്വാഭാവികമായും ഉണ്ടാക്കാൻ UDF ശ്രമിക്കും. പക്ഷെ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നിശ്ചയമായിട്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പ്രേമേന്ദ്രൻ പോയതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ന്യൂനപക്ഷ മേഖലകളിലൊക്കെ ഉന്നയിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നെ ക്ഷണിച്ചു, ഞാൻ പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു. ഈ ക്ഷണത്തിന്റെ അടിസ്ഥാനം എന്താ? അതൊരു പുതിയ അന്തർധാരയാണ്.
കഴിഞ്ഞ തവണത്തെ പോരാട്ടത്തിന്റെ സാധ്യതയൊക്കെ ഇത്തവണ ഉണ്ടാവുമോ? കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച പോരാട്ടമായിരിക്കും ഇത്തവണ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും കഴിഞ്ഞ തവണത്തെ കണക്കൊന്നും നോക്കിക്കോലാലെ എങ്ങനെയാണ് പ്രേമേന്ദ്രൻ കെ എൻ ബാലഗോപാലിനെ ഔട്ട് പെർഫോം ചെയ്തത് എന്ന് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കെ എൻ ബാലഗോപാലിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയായിരിക്കുമോ? അല്ലെങ്കിൽ MA ബേബി, കെ എൻ ബാലഗോപാൽ ഇവരെക്കാളൊക്കെ മികച്ചൊരു സ്ഥാനാർത്ഥിയായിരിക്കും ഇത്തവണ അവിടെ നമ്മൾ ഏത് മാനദണ്ഡം അനുസരിച്ച് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉയർന്ന് കേൾക്കുന്ന പേര് M. മുകേഷ് MLA യുടെ പേരാണ്. കൊല്ലം MLA. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ പോയ സമയത്ത് അദ്ദേഹം കഴിഞ്ഞ 2016 വലിയ വിജയം നേടിയെങ്കിലും ബിന്ദു കൃഷ്ണയോട് കഴിഞ്ഞ തവണ 2021 മത്സരിച്ചപ്പോൾ അത്ര അനുകൂല സാഹചര്യമൊന്നും ആയിരുന്നില്ല. മുകേഷിനെതിരെ നല്ല വികാരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മാനേജ് ചെയ്തു. അതുകൊണ്ട് മുകേഷ് വരുന്നത് കൊണ്ട് കൊല്ലം ലോക്സഭാ മണ്ഡലം ആകെ വലിയ തരംഗം ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിക്കണോ എന്നുള്ളത് നമ്മൾ ഇലക്ഷന്റെ സമീപത്ത് ആലോചിക്കേണ്ട കാര്യമാണ്. അല്ല, പക്ഷെ വേറെ പ്രശ്നമുണ്ട്. NK പ്രേമേന്ദ്രൻ ഇത്തവണ മറ്റേ മോദിയുടെ വിരുന്നിന് പോയിരുന്നതൊക്കെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. എത്രമാത്രം പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അക്കാര്യത്തിൽ വരും. ഇപ്പോൾ M. മുകേഷിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം, പുള്ളി സിനിമയിലും ഈ TV ഷോയിലൊക്കെ അഭിനയിച്ച് നടക്കാണ്, മണ്ഡലത്തിൽ ആളെ കിട്ടുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. പ്രേമേന്ദ്രൻ എല്ലായിടത്തും ഓടിയെത്തുന്ന ആളാണ്. പാർലമെന്റിൽ ഇത്തവണത്തെ സൻസദ് രത്ന പുരസ്കാരം അടക്കം നേടിയ, പാർലമെന്റിൽ ഏറ്റവും മികച്ച നിലയിൽ പെർഫോം ചെയ്യുന്ന MP ആണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ പ്രേമചന്ദ്രന് പാറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളെ വേണ്ടേ അവിടെ LDF സ്ഥാനാർത്ഥിയായി നിർത്താൻ? ആ ഘടകങ്ങൾ മുകേഷിന് അനുകൂലമാകുമോ എന്നുള്ള കാര്യം ജനങ്ങളുടെ ചിന്തയിലേക്ക് വരുമ്പോൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് സംശയകരമാണ്. അത് കാത്തിരുന്ന് കണ്ടുന്നത്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ മുകേഷിനെ പരിഗണിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ CPM ചെയ്യുന്നത്. ചവറയുടെ MLA ആയിട്ടുള്ള സുജിത് വിജയൻപിള്ളയുടെ പേരും സജീവമായി പരിഗണനയിലുണ്ട്. മറ്റ് ചില പേരുകളും കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മുകേഷിലേക്ക് എത്തിച്ചെന്ന് നിൽക്കാം. അല്ല അഭിലാഷേട്ടാ, അപ്പോൾ ഇവിടെ BJPക്ക് റോളൊന്നുമില്ലേ? BJPക്ക് റോളില്ലെന്ന് ചോദിച്ചാൽ BJPക്ക് റോളുണ്ട്. ഇപ്പോൾ BJP കുമ്മനം രാജശേഖരനെ പരിഗണിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലം. അതുപോലെ തന്നെ അവരുടെ ജില്ലാ സെക്രട്ടറി ഗോപകുമാർ, അദ്ദേഹം ചാത്തന്നൂരൊക്കെ മത്സരിക്കുന്ന സമയത്ത് നന്നായി വോട്ട് പിടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ച് BJPക്ക് BJPയുടേതായ കാൽക്കുലേഷൻസ് ഉള്ള മണ്ഡലമാണ്. പക്ഷെ അവർ ജയിക്കുന്ന മണ്ഡലമായി കരുതുന്ന ഒരു മണ്ഡലമല്ല കൊല്ലം. അതായത് കൊല്ലത്തെ പ്രധാന പോരാട്ടം എന്ന് പറയുന്നത് LDF UDF തമ്മിൽ. കൊല്ലത്തെ പ്രധാന പോരാട്ടം LDF UDF തമ്മിലാണെന്ന് മാത്രമല്ല, LDF UDF എന്നുള്ളതിനേക്കാൾ പ്രേമചന്ദ്രനും LDF തമ്മിലാണ് കൊല്ലത്തെ പ്രധാനപ്പെട്ട പോരാട്ടം ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രേമേന്ദ്രനെതിരെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ആരോപണങ്ങളൊക്കെ ഉയരാൻ ഉള്ള ഒരു കാരണവും പ്രേമേന്ദ്രനെ ഒന്ന് ടാർഗറ്റ് ചെയ്യുക എന്നുള്ള നിലയിലാണ്. പക്ഷേ നിങ്ങൾ പ്രേമേന്ദ്രനെ പോലെ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഉദ്യമിക്കുമ്പോൾ എതിർ നിൽക്കുന്നത് ആര് എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ CPM അക്കാര്യത്തിൽ ഇപ്പോൾ കാണുന്ന മുകേഷിന് ആ നിലയിൽ പ്രേമേന്ദ്രൻ ഒരു ബദലായി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന തരത്തിൽ ഉയർന്നു വരാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. അതൊക്കെ വോട്ടർമാർക്ക് വിടേണ്ട കാര്യമാണ്. നന്നായി പണിയെടുക്കേണ്ടി വരും. യെസ്, വേണ്ടി വരും. ചേട്ടാ, ഈ ആൻഡോ മത്സരിക്കാൻ സാധ്യതയില്ല, മത്സരിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞൊരു മണ്ഡലമാണ് പത്തനംതിട്ട. BJP PC ജോർജിനോട് മത്സരിക്കാൻ പറയുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷെ പറഞ്ഞിട്ടില്ല എന്നും പറയുന്നു, മത്സരിക്കാൻ സാധ്യതയില്ല എന്നും പറയുന്നു. LDFന്റെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ശരിക്കും പത്തനംതിട്ടയ്ക്ക് ജാതി മത രാഷ്ട്രീയവും സാമുദായിക സമവാക്യങ്ങളും എല്ലാം കൂടി കൂട്ടിക്കലർന്നൊരു പ്രകൃതമുള്ള മണ്ഡലമല്ലേ? എന്താ അവിടുത്തെ അവസ്ഥ? തീർച്ചയായിട്ടും കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ മണ്ഡലങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. പത്തനംതിട്ടയുടെ ഇതുവരെയുള്ള ചരിത്രം എടുത്താൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം UDFലെ മാത്രമേ ജയിപ്പിച്ചിട്ടുള്ളൂ. ആന്റോ ആന്റണി അവിടെ നിന്ന് തുടർച്ചയായി ജയിച്ചു വരികയാണ്. ഇത്തവണയും ആന്റോ ആന്റണി തന്നെ ആയിരിക്കും MP എന്നുള്ള കാര്യത്തിൽ മത്സരിക്കുക, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. MP ആരെന്നുള്ളത് നമ്മളിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇത്തവണ ഞാൻ മനസ്സിലാക്കുന്നത് CPMനാണ് അവിടുത്തെ എല്ലാ നിയമസഭാ സീറ്റുകളും. പത്തനംതിട്ട നമുക്കറിയാം, രൂപീകരിച്ച കാലം മുതലേ UDFന്റെ ഒരു ജില്ല എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ നിയമസഭ എടുത്ത് നോക്കൂ, ഇപ്പോൾ എല്ലായിടത്തും LDF-ആണ്. അപ്പോൾ അതൊന്ന് ലോക്സഭയിലേക്കൊന്ന് കൊണ്ടുവരണം. അങ്ങനെ ഒരു മാറ്റം, അതായത് ഈ പറഞ്ഞ പത്തനംതിട്ടയുടെ രാഷ്ട്രീയ സ്വഭാവത്തിലുണ്ടായ മാറ്റം ലോക്സഭയിലേക്കും പ്രതിഫലിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇത്തവണ LDF പത്തനംതിട്ടയിൽ ഇറങ്ങുന്നത്. ലാലെ, ഒരു സംശയം വേണ്ട കാര്യം. പക്ഷെ അതിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് സംശയം ബാക്കിയുണ്ട്. ഒന്നാമത്, BJPയുടെ കാൻഡിഡേറ്റ് ആയിട്ട് PC ജോർജോ അല്ലെങ്കിൽ ഷോൺ ജോർജോ വരുവാണെന്ന് വിചാരിക്കുക. സപ്പോസ് അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വോട്ടിനകത്ത്. മാത്രമല്ല, സാമുദായിക സമവാക്യങ്ങളിലൊക്കെ ഏറെക്കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പള്ളിത്തർക്കം അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാന കേന്ദ്രം അടക്കിയിരിക്കുന്ന അവിടെയാണല്ലോ. അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ എല്ലാ സഭകൾക്കും, ഇപ്പോൾ ഓർത്തഡോക്സ്, യാക്കോബായ, മർത്തോമ, കത്തോലിക്ക സഭകൾക്കും അതുപോലെ തന്നെ വിവിധ ഹൈന്ദവ സാമൂഹ്യ വിഭാഗങ്ങൾക്കും ഒക്കെ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മളിപ്പോൾ PC ജോർജിനെ കൊണ്ടുവന്നത് കൊണ്ട് അവിടെ BJP ഒരു മാസ്റ്റർ സ്ട്രോക്ക് കാണിച്ചില്ലേ എന്ന് ലാല് പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ അറിയോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പത്തനംതിട്ട ലോക്സഭയിലെ ആറന്മുള മണ്ഡലത്തിൽ മാത്രം 50,000-ൽ കൂടുതൽ വോട്ട് ബി ജെ പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബി ജെ പിക്ക് താമര ചിഹ്നത്തിൽ 50,000-ൽ കൂടുതൽ വോട്ട് പോൾ ചെയ്യാൻ കഴിയുന്ന ചില ഇടങ്ങളുള്ള ഒരു മണ്ഡലമാണ്. കോന്നിയിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ, ഞാൻ പറയുന്നത് ലോക്സഭയിലേക്കാണ് കേട്ടോ, 45,000-ന് മുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട് 2019 ബി ജെ പിക്ക്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ ആറന്മുള, കോന്നി, അതുപോലെയൊക്കെയുള്ള റാന്നി ഈവൻ തിരുവല്ലയൊക്കെ എടുത്താലും യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു ബേസിക് പൊളിറ്റിക്സ് കളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഒരു ഹിന്ദു റിവൈവലിസം ഒക്കെ ഉണ്ടായി വരുന്ന സ്ഥലമാണ് പത്തനംതിട്ട. അവിടെ യഥാർത്ഥത്തിൽ ഇവരിപ്പോൾ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും കണ്ടുകൊണ്ട് പി സി ജോർജിനെ മത്സരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മണ്ടത്തരമാണ്. ഞാൻ പറയുന്നത് ഇന്ന് ലോങ് റൺ ബി ജെ പിക്ക് കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം ഒക്കെ പോലെ തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള രാഷ്ട്രീയം ഉരുത്തിരിയാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് പത്തനംതിട്ട. അതിലിപ്പോൾ പി സി ജോർജാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ അതത്ര ഗുണം ചെയ്യില്ല. കുമ്മനം രാജശേഖരനെ ഇത്തവണ ഇറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ നില എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, കഴിഞ്ഞ തവണത്തെ കാര്യം പറയുമ്പോൾ ശബരിമല എല്ലാ കാര്യങ്ങളും കൂടി അതിൻ്റെ ഉൾപ്പെടുത്തേണ്ടി വരുമല്ലോ. കഴിഞ്ഞ തവണ ശബരിമല ഉൾക്കൊള്ളുന്ന നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ തവണത്തെ കണക്കൊന്ന് നോക്കാം. നമ്മൾ സംസ്ഥാന വ്യാപകമായ ഒരു തരംഗം കണ്ട തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിക്ക് തൊട്ട് മുൻ വർഷത്തെ 2014 ഫിലിപ്പോസ് തോമസുമായി മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയ അത്രയും മേൽക്കൈ, ഞാൻ പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ്, ഉണ്ടാക്കാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞിട്ടില്ല. വീണ ജോർജ് നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നു കഴിഞ്ഞ തവണ. നോക്കിക്കേ, കണക്ക് നോക്കിക്കേ, ആന്റോ ആന്റണിയും വീണയും തമ്മിലുള്ള വ്യത്യാസം, കെ സുരേന്ദ്രന്റെ വോട്ട്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല നിലയിൽ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. ഇത്തവണത്തെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു കാര്യം മൈനസ് ചെയ്യണം. ഏത്? ശബരിമല. കഴിഞ്ഞ തവണ ആഞ്ഞു പിടിച്ചാൽ പോരും എന്നുള്ളതായിരുന്നു കണക്ക്. പക്ഷെ കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഒന്നും ഉണ്ടാവില്ലേ. മാത്രമല്ല ഇത്തവണയും ഫൈറ്റിൻ്റെ അകത്ത് പ്രധാന പോരാളികൾ എന്ന് പറയുന്നത് മിക്കവാറും ദേശീയ തലത്തിൽ നോക്കുമ്പോൾ UDF-ഉം BJP-യും തന്നെയാണ്. പിന്നെ പത്തനംതിട്ടയുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ LDF-ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് എന്ന് പറയാൻ ആരാളെ? നമ്മൾ നേരത്തെ പറഞ്ഞ സാമുദായിക സമവാക്യം നോക്കണ്ടേ? ഇത്തവണ തോമസ് ഐസക്ക് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. തോമസ് ഐസക്കാണ് അവിടെ മത്സരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും, ഞാൻ പറയുന്നത് അതിലെ ഈ സംഘടനാ തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. തോമസ് ഐസക്ക് പത്തനംതിട്ട മത്സരിക്കും. രാജു അബ്രഹാം അവിടെ നല്ല സ്ഥാനാർത്ഥിയാണ്. രാജു അബ്രഹാമിന്റെ പേരും സജീവമായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ആന്റോ ആന്റണിക്കെതിരെ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കുകയും തോമസ് ഐസക്ക് വഴി ആന്റോ ആന്റണിയെ പരാജയപ്പെടുത്തി പത്തനംതിട്ട പിടിക്കാനാകുമെന്ന കോൺഫിഡൻസ് ആണ് ഇത്തവണ LDF-നുള്ളത്. BJP-യെ സംബന്ധിച്ച് പി സി ജോർജ് ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ്. പിന്നെ കുമ്മനത്തിന്റെ പേരുമുണ്ട്. മറ്റ് നേതാക്കളുടെ പേരുകൾ ഒരുപക്ഷെ കടന്നു വന്നേക്കാം. ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. അതിലൊരു സംശയമില്ല. കഴിഞ്ഞ തവണയും മത്സരം LDF-ഉം UDF-ഉം തമ്മിലായിരുന്നു. ത്രികോണ മത്സരമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മത്സരം LDF-ഉം UDF-ഉം തമ്മിലായിരുന്നു. വീണയും ആന്റോയും തമ്മിലായിരുന്നു മത്സരം. ഇത്തവണ അത് ഐസക്കും ആന്റോയും തമ്മിലായിരിക്കും. എഴുതി വെച്ചു. അഭിലാഷേട്ടാ, പടമൊക്കെ തെളിയുന്നേ ഉള്ളൂ. അപ്പം ഇനി സ്ഥാനാർത്ഥി ആരാ എന്താന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം പടത്തിൻ്റെ കളറൊക്കെ മാറും. പിന്നെ ആരൊക്കെ എന്തൊക്കെ തമ്മിലാ പോരാട്ടം എന്നുള്ളത് അറിയാൻ പറ്റും. അല്ല, അതിനൊന്നും കാത്തിരിക്കണ്ട. ഒരാഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ. ഫെബ്രുവരി അവസാന വാരം ആകുമ്പോഴേക്ക് ആരൊക്കെ എവിടെയൊക്കെ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് വ്യക്തമാവും. അതിൽ ഒരു കാത്തിരിപ്പിൻ്റെയും ഇനി നമുക്ക് അങ്ങോട്ട് കാത്തിരിപ്പിൻ്റെയും ഒരു കാര്യമില്ല. ഒക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉടനെ പ്രഖ്യാപിക്കും. കോൺഗ്രസ് ഇപ്പോൾ 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇനി പ്രഖ്യാപിക്കാനുള്ളൂ. ബാക്കി എല്ലാ സിറ്റിംഗ് MP-മാർ തന്നെയാണ് മത്സരിക്കുക. BJP-യുടെ പട്ടികയും വരാൻ പോവാണ്. നമ്മൾ മാർച്ച് ഫസ്റ്റ് വീക്ക് തൊട്ട് ലാലെ ഇറങ്ങാൻ പോവാണ് റോഡിലേക്ക്. നന്നായിട്ട് ബുദ്ധിമുട്ടും, നന്നായിട്ട് വെള്ളം കുടിക്കുക. അവർ മാത്രമല്ല നമ്മളും. നല്ല വെയിലാ. അപ്പോൾ ഈ വെയിലത്തും പൊടിയുടെ ഇടയ്ക്ക് ഈ ഇലക്ഷനും അങ്ങ് പൊടി പാറും.